ശബരിമല യുവതീ പ്രവേശന വിധിയിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം തെറ്റാണെന്ന് ഒരു കോടതിക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. പൊതു താൽപര്യ ഹർജി നൽകിയത് വിഷയവുമായി ബന്ധമുള്ള കക്ഷിയല്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ലെന്നും ലിംഗവിവേചനമുണ്ടെന്ന് പറയാനാകില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നു. അച്യുതൻ, ഈ സ്ത്രീ പ്രവേശനം അനുകൂലിച്ച വിധിയിന്മേൽ ഇപ്പോൾ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. എന്തൊക്കെയാണ് വാദത്തിന്മേൽ ഇന്ന് വന്ന നിരീക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? സുഹേലി, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെതിരായ പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് ദേവസ്വം ബോർഡായിരുന്നു വാദങ്ങൾ ഉന്നയിച്ചത്. അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഒരാൾക്ക് മതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത് ഈ ദശലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ആചാരം അത് കോടതിക്ക് തെറ്റാണെന്ന് പറയുക ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നത് ചീഫ് ജസ്റ്റിസ് വാക്കാൽ പരാമർശിച്ചു. എന്നാൽ ഇതിലെ പൊതു താൽപര്യ ഹർജിക്കാർ അവർ വിശ്വാസികളല്ല എന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്ന നടത്തിയ നിരീക്ഷണം. എന്നാൽ ഇന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആ വാദങ്ങളുടെ അവസാന ഘട്ടം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ പ്രതിഷ്ഠയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടാണ് ശബരിമലയിൽ ഇങ്ങനെ യുവതികൾക്ക് ഈ ഒരു പ്രവേശനത്തിന് വിലക്കുള്ളത്. അതിന് കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ഏക ക്ഷേത്രം അത് ശബരിമല എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അവിടെ പോകുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടതായി വരുന്നു. ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് പൊതു താൽപര്യ ഹർജി നൽകിയവർ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളാണെന്നടക്കമുള്ള സുപ്രധാന നിരീക്ഷണമാണ് ഇന്ന് കോടതിയിന്മേൽ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.